ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് അബ്സല്യൂട്ട് ബിഗിനേഴ്സിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്രണ്ട് എൻഡായിട്ട് ഉപയോഗിക്കുന്ന ടൂൾ റിയാക്റ്റും ബാക്ക് എൻഡായിട്ട് ഉപയോഗിക്കുന്നത് നോഡ് ജെ എസ് ആണ്. നോഡ് ജെ എസിൽ തന്നെ നോഡ് ജെ എസ് കൂടാതെ നമ്മൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു വെബ് ഫ്രെയിം വർക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ റെസ്റ്റ് എ പി ഐ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ടെക്നോളജി വെച്ചിട്ട് നമുക്കൊരു ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. ഇപ്പം നമുക്ക് സിയിലോ ഡിയിലോ ക്രിയേറ്റ് ചെയ്യാം. കമാൻഡ് പ്രോംപ്റ്റിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു ഡയറക്ടറി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ബാക്ക് എൻഡാണ് റെഡിയാക്കുന്നത്. ഇവിടെ ഞാൻ MD ബാക്ക് എൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ഞാൻ വിൻഡോസ് ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അടുത്തത് നമ്മൾ അതിലോട്ട് CD ചെയ്യുക, സ്പേസ് ബാക്ക് END എന്ന് കൊടുക്കുക, ബാക്ക് എൻഡ്. അപ്പം നമ്മളിപ്പോൾ ഇതാ ബാക്ക് എൻഡ് ഫോൾഡറിലെത്തി. നമുക്ക് സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇനി നമുക്കിവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട കമാൻഡ് npm init -y എന്ന് പറയും. ഇവിടെ y എന്ന് പറഞ്ഞ ഫ്ലാഗ് കൊടുക്കുന്നത് നമ്മളോട് സാധാരണ നമ്മളൊരു നോഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ അതിനെ ബേസ് ചെയ്തായിരിക്കും ഇവിടെ package.json ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം ഡീഫോൾട്ട് വാല്യൂ വെച്ചൊരു package.json ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്കാണ്. അതൊരു വെബ് ഫ്രെയിം വർക്ക്. അതിനായിട്ട് നമ്മൾ npm സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് എക്സ്പ്രസ് എന്ന് പറയുക. ഇവിടെ കോഴ്സ് എന്ന് പറയുന്ന ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറഞ്ഞ ഒരു പാക്കേജോടെ കൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ആവശ്യം വരുന്ന ഒരു ലൈബ്രറിയാണ്. ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ കോഡ് ഡോട്ട് എന്ന് കൊടുക്കുക. നമുക്ക് നേരെ ഇത് വിഷ്വൽ സ്റ്റുഡിയോയിൽ ഈ ഫോൾഡർ ഇവിടെ ഫയൽസ് എല്ലാം കൂടെ അതിൽ വിഷ്വൽ സ്റ്റുഡിയോ എഡിറ്ററിൽ ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോഡ് ഡോട്ട് എന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫോൾഡർ അതിനകത്ത് വിഷ്വൽ സ്റ്റുഡിയോ എഡിറ്ററിൽ ഓപ്പൺ ആയിക്കോളും. കണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ നോഡ് മോഡ്യൂൾസും അതുപോലെ തന്നെ package.json ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. server.js എന്ന് നമുക്ക് അതിന് പേര് കൊടുക്കാം. ഇതായിരിക്കും നമ്മുടെ ബാക്ക് എൻഡ് ആയിട്ട് നമ്മൾ റൺ ചെയ്യുന്ന ഫയൽ. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. നമുക്ക് എക്സ്പ്രസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ നമുക്ക് കോൺസ്റ്റ് എക്സ്പ്രസ് ഈക്വൽസ് റിക്വയർ പറയുക. അതിനകത്ത് നമ്മൾ എക്സ്പ്രസ് മോഡ്യൂൾ പറഞ്ഞു കൊടുക്കുന്നു. അടുത്തത് നമ്മൾ കോഴ്സ് എന്ന് പറഞ്ഞൊരു മോഡ്യൂളിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാം. കോൺസ്റ്റ് കോഴ്സ് ഈക്വൽസ് റിക്വയർ പറയുക. റിക്വയർ കോഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡിൽ റിയാക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിന് വേണ്ട സപ്പോർട്ട് തരുന്നത് ഈ കോഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ലൈബ്രറിയാണ്. ഇതിൻ്റെ ഫുൾ ഫോം ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിംഗ് എന്നാണ്. അടുത്ത് നമ്മൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. കോൺസ്റ്റ് ആപ്പ് ഈസ് ഈക്വൽ ടു എക്സ്പ്രസ് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ അടുത്തത് app.use കോൾ ചെയ്യുക. അതിനകത്ത് നമുക്ക് കോഴ്സ് ഇനിഷ്യലൈസ് ചെയ്യാം. ഇനി അടുത്ത് നമുക്കൊരു API URL ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഒരാൾ ബ്രൗസ് ചെയ്യുമ്പോൾ ആ ബ്രൗസ് ചെയ്യേണ്ട URL ഏതാണോ അത് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനനുസരിച്ചായിരിക്കും നമ്മൾ റെസ്പോൺസ് തയ്യാറാക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ഒരു യൂസർ ഒബ്ജക്റ്റ് ആണെങ്കിൽ യൂസറിനെ റിക്വസ്റ്റ് ചെയ്യാനുള്ള URL ആണ് നമ്മൾ API URL എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് app.get എന്ന് പറയുക. ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ പാരാമീറ്റർ ആ API URL കൊടുക്കാം. നമുക്കതിന് ഇവിടെ ഒരു /API എന്ന് തന്നെ പറയാം. API/ ഇവിടെ യൂസർ എന്ന് പറയാം. API/user/ നമുക്കിവിടെ ഒരു :ID എന്ന് കൊടുക്കാം. അതായത് നമ്മൾ API/user/123 എന്നൊക്കെ ഇതിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും റെസ്പോൺസ് കിട്ടുന്നത്. നമുക്ക് അതിനുവേണ്ടി ഇവിടെ നമുക്കൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് റിക്വസ്റ്റ് റെസ്പോൺസ് എന്നുള്ള 2 പാരാമീറ്ററാണ്. ഇവിടെ ഒരു ആരോ ഫംഗ്ഷനായിട്ട് അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ഈ ID കിട്ടുന്നത് റിക്വസ്റ്റായിട്ടായിരിക്കും. റിക്വസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്ററിലായിരിക്കും ID കിട്ടുന്നത്. നമ്മൾ റെസ്പോണ്ട് കൊടുക്കുന്നത് ഈ പറയുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന യൂസർ ഒബ്ജക്റ്റ് വഴിയായിരിക്കും. അതിനായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് അറേ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഇവിടെ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് അറേ ക്രിയേറ്റ് ചെയ്യാം. അതായിരിക്കും നമുക്ക് റിസൾട്ടായിട്ട്, അതായത് യൂസർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ റെസ്പോൺസായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്.
എന്നിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് അറേ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കോൺസ്റ്റന്റ് പേഴ്സൺ എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, അറേ ആണെന്ന് പറഞ്ഞ് അതിനകത്ത് കർലി ബ്രാക്കറ്റ് ഇടുക. ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് അറേകൾ ക്രിയേറ്റ് ചെയ്യുക. എപ്പോഴും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കർലി ബ്രാക്കറ്റ് ഇട്ടായിരിക്കും. ഇവിടെ നമുക്ക് കീ വാല്യൂ ആയിട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ ID 1 കൊടുക്കുന്നു. ഇവിടെ നെയിം, അടുത്ത കീ, അതിൻ്റെ വാല്യൂ ഇവിടെ ഞാൻ അരുണെന്ന് കൊടുക്കുന്നു. ഇവിടെ ഞാൻ അടുത്തൊരു കീ ആയിട്ട് പറഞ്ഞ ഏജ് ആണ്, അത് ഞാനിവിടെ 24. അപ്പോൾ ഈ 3 കീയും 3 വാല്യൂ, ആ രീതിയിലാണ് ഞാൻ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റ് അറേ റെഡിയായി. ഇനി നമുക്ക് അത് വെച്ചിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ റിസൾട്ട്. എന്നിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഒരു var ID എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് യൂസർ റിക്വസ്റ്റ് ചെയ്യുന്ന ID ഇവിടെ ഗെറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് പാരാംസ് പറയുക, ഡോട്ട് ID എന്ന് പറയുക. അപ്പോൾ നമുക്ക് പാസ് ചെയ്യുന്ന ID ഇവിടെ കിട്ടും. അതിനനുസരിച്ചായിരിക്കും അറേയിൽ നിന്ന് നമ്മൾ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്കതിനായിട്ട് ID നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്പോൺസ് ഡോട്ട് JSON എന്ന് പറയാം. നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് JSON ഒബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് റെസ്പോൺസ് ഡോട്ട് JSON എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് പേഴ്സൺ ഒബ്ജക്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, ID ഏതാണ് പാസ് ചെയ്ത് അതേ -1 എന്ന് ഇടുക. കാരണം അറേ ഇൻഡെക്സ് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ആദ്യത്തെ യൂസറിനെ വേണമെങ്കിൽ 1 എന്നായിരിക്കും ഒരാൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 - 0 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ റെക്കോർഡ് 0 ആയിരിക്കും, അറേ ഓഫ് 0. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അത് അറേ ഉപയോഗിച്ച് പരിചയമുള്ളവർക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു API URL നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഒരു പോർട്ടിലോട്ട് നമ്മുടെ സെർവർ റൺ ചെയ്യാനായിട്ട് നമ്മൾ app.listen എന്ന് പറയുക. ഇവിടെ ഞാൻ 8080 എന്ന് പറഞ്ഞൊരു പോർട്ടിലോട്ടാണ് സെർവർ റൺ ചെയ്യുന്നത്. നമ്മളത് പറയുന്നു. അതിനുശേഷം നമ്മളിവിടെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ പറയുക. നമുക്ക് സെർവർ റൺ ചെയ്യുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളൊരു മെസ്സേജ് കൺസോൾ.പ്രിൻറ്റ് ചെയ്യാനാണത്. ഇവിടെ നമുക്ക് console.log പറയുക. ഇവിടെ നമുക്ക് അതിനകത്ത് സെർവർ റണ്ണിങ് ഓൺ പോർട്ട് 8080 എന്ന് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് നമ്മളുടെ ഈ സെർവർ ഒന്ന് ടെർമിനലിൽ റൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ന്യൂ ടെർമിനൽ പറയുക. ഇവിടെ നമുക്ക് റൺ ചെയ്യാനുള്ള കമാൻഡ് നോഡ് സ്പേസ് ഫയൽ നെയിമാണ് server.js എന്ന് കൊടുക്കുക. ഇപ്പോൾ അത് സെർവർ റണ്ണിങ് ഓൺ പോർട്ട് 8080 കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ആ ബ്രൗസറിൽ ഈ URL ഒന്ന് ബ്രൗസ് ചെയ്യാം. ബ്രൗസ് ചെയ്യേണ്ട URL ഇങ്ങനെയാണ്: localhost:8080/API/user/1 എന്ന് കൊടുക്കുമ്പോൾ കണ്ടില്ല, ഫസ്റ്റ് JSON ഒബ്ജക്റ്റ് കിട്ടി. അത് 2 ആക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് കിട്ടുന്നുണ്ട്. നമുക്കത് 3 ആക്കിയാൽ നമുക്ക് അടുത്ത തേർഡ് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നു. അപ്പം നമ്മുടെ API URL ഇപ്പം ഓരോ യൂസറിനെ വെച്ചിട്ടുള്ളൊരു API URL ID വെച്ചിട്ടുള്ള യൂസർ ID വെച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന API URL കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് കൂടാതെ എല്ലാ യൂസറെയും റിട്ടേൺ ചെയ്യാനുള്ളതായിട്ടുള്ള നമുക്കിവിടെ 4 യൂസറുണ്ട് നമ്മുടെ പേഴ്സൺ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് അറേക്കകത്ത്. അത് ഒന്നിച്ച് റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ഒരു API URL ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മളിവിടെ app.getനകത്ത് യൂസർ ID മാറ്റിയിട്ട് നമ്മൾ user/ എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിവിടെ ID നമുക്കങ്ങ് റിമൂവ് ചെയ്യാം. അത് വേണ്ട. ഇവിടെ നമുക്ക് പകരം JSON response.jsനകത്ത് പേഴ്സൺ എന്ന് മാത്രം നമുക്കിവിടെ കൊടുത്താൽ മതി. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ID -1 വേണ്ട. ഇപ്പം നമുക്ക് എല്ലാം റിട്ടേൺ ചെയ്യും. ഈ URL ബ്രൗസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ API/user എന്ന് ബ്രൗസ് ചെയ്യുന്നെങ്കിൽ എല്ലാം റിട്ടേൺ ചെയ്യും. നമുക്കത് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് നോഡ് server.js എന്ന് റൺ ചെയ്യാം. നമുക്ക് ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ URL നിന്ന് ID മാറ്റി കൊടുത്ത് എൻ്റർ അടിച്ചപ്പോൾ കണ്ടോ, എല്ലാ റെക്കോർഡും, അത് 4 റെക്കോർഡും നമുക്ക് ആ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ഇപ്പോൾ 2 API URL ഉണ്ട്. ഒന്ന് ID വെച്ചിട്ടുള്ളതും ഒന്ന് നമുക്ക് ID ഇല്ലാതെ യൂസ് ചെയ്യുന്നതും. ID ഇല്ലാതെ റിക്വസ്റ്റ് ചെയ്യുന്നത്, ID വെച്ച് റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ള 2 URL ഉണ്ട്. ഇനി നമുക്ക് തിരിച്ച് കമാൻഡ് പ്രോംപ്റ്റിലോട്ട് വരിക. ഇവിടെ നമ്മൾ cd ഡോട്ട് അടിക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് എൻഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ അടുത്ത് റിയാക്റ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുന്നത്. അത് നമ്മൾ npx എന്നാണ് കമാൻഡ്. npx സ്പേസ് ക്രിയേറ്റ് റിയാക്റ്റ് ആപ്പ് എന്നാണ് അതിനെ പറയുന്നത്. സ്പേസ് നമുക്ക് ആപ്പിൻ്റെ ഒരു പേര് കൊടുക്കാം. ഇവിടെ ഞാൻ ആപ്പിൻ്റെ പേര് ഫ്രണ്ട് എൻഡിൽ നിന്ന് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ആ പേരിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് എല്ലാ ആവശ്യമായിട്ടുള്ള ഫയൽസും അത് അതിനകത്തോട്ട് കോപ്പി ചെയ്തോളൂ. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ നടക്കുകയാണ്. ഇത് കുറച്ച് സമയം എടുക്കും ഇൻസ്റ്റലേഷന്. ഇപ്പം നമ്മൾ ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റലേഷനാണ് നടക്കുന്നത്.
ഇപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കമാൻഡ് യൂസ് ചെയ്യേണ്ടതെന്നത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. npm സ്റ്റാർട്ട്, റൺ ബിൽഡ്, അതുപോലെ തന്നെ ടെസ്റ്റ്, റൺ ഇജക്റ്റ്. ഈ കമാൻഡ് എന്തിനാന്നൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. cd ഫ്രണ്ട് എൻഡിലോട്ട് നമ്മൾ പോകുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഇനി നമ്മുടെ എഡിറ്റർ ലോഡ് ചെയ്യാം. നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ എഡിറ്റർ ലോഡ് ചെയ്യണമെങ്കിൽ കോഡ് ഡോട്ട് കൊടുത്ത് എൻ്റർ അടിച്ചാൽ മതി. നമ്മളുടെ ഈ മോഡ്യൂൾ ഫയൽസ് എല്ലാം ഉൾപ്പെടെ അത് ലോഡ് ആയിട്ടുണ്ട് വിഷ്വൽ സ്റ്റുഡിയോ എഡിറ്ററിൽ. എഡിറ്ററിനകത്ത് ഓപ്പൺ ആക്കാൻ എളുപ്പം. ഇവിടെ നമ്മുടെ പബ്ലിക് ഫോൾഡർ, നോഡ് ലൈബ്രറി ഫോൾഡറും പിന്നെ src ഫോൾഡറൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ app.js ആണ് എടുക്കേണ്ടത്. മെയിൻ കമ്പോണൻ്റ് എന്നുള്ളത് app.js ആണ്. അതിനകത്ത് ഈ ഹെഡറിനകത്ത് ഈ ക്ലാസ് നെയിം ആപ്പ് എന്ന് പറയുന്നത് അതിനകത്തെ കണ്ടൻറ്റാണ് നമുക്ക് ബ്രൗസറിൽ കാണുന്നത്. നമ്മുടെ റിയാക്ട് ആപ്പ് ഒന്ന് റൺ ചെയ്യാം. എന്നിട്ട് ടെർമിനൽ എടുക്കുക. ഇവിടെ നമ്മൾ npm സ്പേസ് സ്റ്റാർട്ട് എന്നുള്ള കമാൻഡ് കൊടുത്ത് നമുക്കൊന്ന് റൺ ചെയ്യാം. ഇപ്പോൾ അതാണ്ട് നമ്മളുടെ റിയാക്ട് ആപ്പ് ബ്രൗസറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് എൻഡ് ഇതാണ് കണ്ടല്ലോ. ബാക്ക് എൻഡ് URL നമ്മൾ കണ്ടല്ലോ. ഇപ്പം നമ്മൾ കാണുന്നത് ഫ്രണ്ട് എൻഡാണ്. അപ്പം രണ്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് നമുക്ക് ഡാറ്റ ഫ്രണ്ട് എൻഡിലോട്ട് ഫെച്ച് ചെയ്യണം. അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഈ ഡിവ് ക്ലാസ് നെയിം ആപ്പിനകത്താണ് കണ്ടൻറ് എല്ലാം വരുന്നത്. അപ്പോൾ അതിനകത്ത് നിലവിലുള്ള കണ്ടൻറ് നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ കണ്ടല്ലോ അത് empty ആണ്. നമുക്കിവിടെ ഒരു ഹലോ എന്നൊന്ന് പ്രിൻറ്റ് ചെയ്യാം. നമ്മുടെ ഹലോ ഇവിടെ കണ്ടോ പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെയാണ് നമ്മളുടെ കണ്ടൻറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നമുക്കതിനായിട്ട് നമുക്ക് ആദ്യം 2 യൂസ് സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ യൂസ് സ്റ്റേറ്റ് വേരിയബിൾ നമുക്ക് ഡേറ്റ എന്ന് പറയാം. അതിൻ്റെ അപ്ഡേറ്റർ ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്യാം, സെറ്റ് ഡേറ്റ എന്ന് പറഞ്ഞ്. അതിലോട്ടായിരിക്കും നമുക്ക് ഡേറ്റ ഫെച്ച് ചെയ്ത് കിട്ടുന്നത്. നമുക്കതിനെ നള്ളെന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്യാം. അടുത്തത് നമുക്ക് വീണ്ടും ഒരു യൂസ് സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ പേര് ലോഡിംഗ് എന്നാണ്. ഇത് സെറ്റ് ലോഡിംഗ് എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇത് നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫ്ലാഗ് എപ്പോഴും ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ഇത് ട്രൂ ആയിട്ട് കൊടുക്കുന്നു. ഡേറ്റ ലോഡ് ചെയ്ത ശേഷം ഫെച്ച് ചെയ്ത ശേഷം ഇത് നമ്മൾ വാല്യൂ ഫോൾസ് ആക്കി കൊടുക്കും. നമ്മുടെ 2 യൂസ് സ്റ്റേറ്റ് വേരിയബിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് യൂസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞ ഹുക്ക് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇതിനകത്ത് നമുക്കൊരു കോൾ ബാക്ക് ഫംഗ്ഷനാണ് പറയേണ്ടത്. ഇതിനകത്ത് നമ്മൾ ഫെച്ചിനകത്ത് API URL പറഞ്ഞു കൊടുക്കുന്നു. അതിനായിട്ട് നമ്മൾ ബ്രൗസറിൽ നിന്ന് ഒരു സിംഗിൾ റെക്കോർഡ് എടുക്കുന്ന ഒരു URL, സിംഗിൾ റെക്കോർഡ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു URL ആക്കുന്നു. അപ്പോൾ കണ്ടല്ലോ ID1 എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഈ API ഫെച്ചിനകത്തോട്ട് ആദ്യത്തെ പാരാമീറ്റർ ആയിട്ടുള്ള API URL ആണ് അതിൽ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം then എന്ന് പറയും. ഇതിനകത്തായിരിക്കും നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്. റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു JSON ഒബ്ജക്റ്റാണ്. അത് നമ്മൾ res.json എന്ന് പറയുക. അപ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റ് കിട്ടി. അടുത്ത ദെന്നിനകത്ത് നമുക്ക് റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ നമ്മൾ ഡാറ്റ ഗെറ്റ് ചെയ്യുന്നതിന് അപ്പോൾ നമ്മുടെ ഒരു ആരോ ഫംഗ്ഷൻ ഡാറ്റ, ഇവിടെ നമ്മളൊരു ആരോ ഫംഗ്ഷൻ പറയുന്ന കർലി ബ്രാക്കറ്റ് ഇടുക. ഒന്നിലധികം ലൈനുള്ളതുകൊണ്ടാണ് കർലി ബ്രാക്കറ്റ് ഇട്ട്. നമുക്കിവിടെ ആദ്യം സെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റർ മെത്തേഡ് കോൾ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഡാറ്റ എന്നുള്ള യൂസ് സ്റ്റേറ്റ് വേരിയബിൾ ഇതിനകത്തോട്ട് റിസൾട്ട് വയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് സെറ്റ് ലോഡിംഗ് ഉണ്ടല്ലോ, സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള, അത് നമ്മൾ ഫോൾസ് ആക്കണം. കാരണം ഇപ്പോൾ ലോഡിങ് കഴിഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഇനി ലോഡിങ് എന്നുള്ളത് ഫോൾസ് ആക്കാം. സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സിംഗിൾ യൂസറെ റിക്വസ്റ്റ് എന്നുള്ള ആ ഒരു ഫെച്ചിങ് ഓപ്പറേഷൻ നമ്മൾ കഴിഞ്ഞ് ഇനി നമുക്ക് ആ റിസൾട്ട് നമ്മളുടെ ഈ ഡിവ് ക്ലാസ് നെയിം ആപ്പ് എന്ന് പറഞ്ഞ ഒരു ഡിവ് ഉണ്ടല്ലോ, ക്ലാസ് നെയിം ആപ്പ് എന്ന് പറഞ്ഞ ആ ഡിവ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് നമുക്ക് റിസൾട്ട് ഒന്ന് വയ്ക്കാം. അതിനായിട്ട് നമുക്കൊരു കർലി ബ്രാക്കറ്റ് ഇടുക. ഇവിടെ നമുക്ക് റിസൾട്ട് JSON ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ പറയേണ്ടത് JSON എന്നുള്ള അതിനകത്തുനിന്ന് സ്ട്രിങ്ങിഫൈ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുക. JSON ഒബ്ജക്റ്റിൽ നിന്ന് സ്ട്രിങ്ങിഫൈ കോൾ ചെയ്യുക. അതിനുശേഷം അതിനകത്ത് നമുക്ക് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ അത് JSON ഒബ്ജക്റ്റ് സ്ട്രിങ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യും. നമുക്ക് ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, ഫസ്റ്റ് റെക്കോർഡ് നമുക്ക് നമ്മളുടെ ബാക്ക് എൻഡിൽ നിന്ന് നമുക്ക് റിസൾട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് യൂസറിൻ്റെ ID ഒന്ന് മാറ്റാം. അത് ഞാനിപ്പോൾ 2 ആക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് 1 ആണ് കിടക്കുന്നത്. നമുക്കൊന്ന് ബ്രൗസർ ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇപ്പം നമുക്ക് കാണാം റിസൾട്ട് കണ്ട 2 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡിലോട്ട് റിസൾട്ട് നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് ഇപ്പോൾ കിട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത 3 ആക്കാം. 3 ആക്കിയിട്ട് ഞാൻ ഇതുകൂട്ട് ബ്രൗസറിലൊന്ന് റിഫ്രഷ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ID ഇല്ലാതെ ഒന്ന് ബ്രൗസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മുഴുവൻ റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് എൻഡിൽ ക്രിയേറ്റ് ചെയ്ത
എല്ലാ API URL വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇപ്പോൾ ഉദാഹരണം തന്നെ ഇവിടെ നമ്മൾ /users എന്ന് കൊടുക്കുന്ന അതേ റിസൾട്ട് തന്നെ നമുക്ക് ഫ്രണ്ട് എൻഡിലും ബാക്ക് എൻഡിൽ നിന്ന് എന്ത് റെസ്പോൺസ് വരുന്നു അത് നമുക്ക് ഫ്രണ്ട് എൻഡിലോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ബേസിക്കായിട്ടൊരു ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷന് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയിരിക്കണം.